ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ബിഹൈൻഡ് ദ സീനും ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഓംലെറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മുട്ട പുഴുങ്ങിയത്. അപ്പോൾ ഓംലെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തത് മുട്ട പുഴുങ്ങിയത് എടുക്കുന്നത്, അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ 2 മുട്ട എടുക്കുക. ഇത് വളരെ നൈസായിട്ട് അങ്ങ് അരിഞ്ഞ് വെക്കാം. അത് പിന്നെ നമ്മൾ അതിലിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അങ്ങ് ചെറുതായിക്കോളും. അപ്പോൾ ഞാനിതൊരു തമിഴ് വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തതാണ്. തട്ടുകടയിൽ ഒരു അപ്പൂപ്പൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരു തമിഴ് വ്ളോഗർ എടുത്തതായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. ഞാൻ എൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതാണ്. പക്ഷേ സംഭവം കിടുവായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതുപോലെ 2 മുട്ട പുഴുങ്ങുക. മുട്ട പുഴുങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ അല്പം ഉപ്പിടുക. അതിനുശേഷം നന്നായി വെള്ളം ബോയിൽ ചെയ്യുക. അതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ. അതിനുശേഷം തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടിട്ട് തൊലിയെല്ലാം പൊളിച്ച് എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയാണത്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി എടുക്കുക. അതിലോട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഈ ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. സവാള അല്ലെങ്കിൽ ചെറിയുള്ളി. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സവാള. അപ്പോൾ ഒരു മുട്ടയാണെങ്കിൽ പകുതി സവാള മതിയാവും. അതുപോലെ തന്നെ ഒരു അല്പം ഇഞ്ചി കൊത്തിയരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതിയാവും. നമ്മുടെ സവാള അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് തീ കുറച്ചതിന് ശേഷം അല്പം കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിൽ അപ്പൂപ്പൻ കാണിക്കുന്നത് ഗരം മസാലയ്ക്ക് പകരമായിട്ട് ചിക്കൻ മസാലയാണ്. എൻ്റെ അടുത്തിപ്പോൾ ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാലയാണ് ഇടുന്നത്. പക്ഷേ ഗരം മസാല ഇട്ടിട്ട് ചെയ്തിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇടണ്ട കേട്ടോ, ലിമിറ്റിന് ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇടാം. നമുക്ക് 2 നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ എരിവിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വേണമെങ്കിൽ കുരുമുളകോ വേണമെങ്കിൽ മുളക് പൊടിയോ, ഇത് കളറിന് വേണ്ടിയിട്ട് നമുക്കൊരു അല്പം മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് കൊത്തി കൊടുക്കുക, അതായത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ 2 ഓംലെറ്റിനുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓംലെറ്റ് മാത്രം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ചേർത്താൽ മതി. ഞാനിപ്പോൾ 2 എണ്ണം ചേർത്തിട്ടുണ്ടെന്ന് മാത്രം. എരിവുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എരിവ് വളരെ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് തീ വെച്ചതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടിട്ട് 2 മുട്ട എടുക്കുക. ആ മുട്ട നമുക്ക് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക. നമുക്കതിലോട്ട് 3-4 ചെറിയുള്ളി അല്ലെങ്കിൽ സവാളയിലും മതി കേട്ടോ. ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, മീറ്റ് മസാല ഏതെങ്കിലും ഒന്ന്, കുറച്ച് പെപ്പർ പൗഡർ, ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മുളക് പൊടി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസി കിട്ടാൻ ഒന്നില്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു അല്പം വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. നമ്മുടെ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇനി നമുക്ക് മുട്ട അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്ത് വെക്കുക. നമുക്കതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവണം. അതിന് ശേഷം മാത്രം മുട്ട ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നന്നായിട്ട് വരുള്ളൂ. അതെപ്പോഴൊന്ന് ശ്രദ്ധിക്കുക. ഈ വെളിച്ചെണ്ണ ആ തവയുടെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തീ കുറയ്ക്കുക. ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മളിത് തിരിച്ചിടുന്നില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോഴാണ് മുകൾ ഭാഗം കുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. മുകൾ ഭാഗം കുക്കായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, ഈ കൂട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചോറുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം, കറിയല്ല, ഈ ഓംലെറ്റ് മാത്രം കഴിക്കാം. അപ്പോൾ ഇതിലുള്ള സ്പൈസസ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അല്പം ഗരം മസാല ഇതിൻ്റെ മുകളിലൊന്ന് തൂകുക. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ തീ. എന്നിട്ട് നമുക്കിത് മടക്കി വയ്ക്കാം. ഇത്രയുള്ള പരിപാടി. സിമ്പിളാണ്, പവർഫുള്ളാണ്. നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിനി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഓംലെറ്റ്. കട്ട് ചെയ്തിട്ട്
എത്ര പേർക്ക് കൊടുക്കണം അത്ര പേർക്ക് കൊടുക്കാം. ഇത് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ ഫില്ലിങ് കണ്ടില്ലേ. പിന്നെ ഈ കളർ വന്നിരിക്കുന്നത് നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്തിരിക്കുന്ന കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ മഞ്ഞപ്പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗരം മസാല ഒഴിവാക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അപ്പോൾ എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ്. എനിക്ക് ചോറ് വെച്ചിട്ട് വേണം കഴിക്കാൻ. തനിയെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി സ്പൈസിയാണ് ആക്ച്വലി. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെ ഉള്ളിൽ സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കാം നമുക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്